മഴ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം തടസ്സപ്പെടുത്തുമെന്ന് തോന്നുന്നു. ഇപ്രാവശ്യത്തെ മൊത്തത്തിലുള്ള തിരിപിടുത്തം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രാവശ്യത്തെ തിരിപിടുത്തം കഴിഞ്ഞിട്ടിപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, രണ്ടാം ഘട്ടമായിട്ട്. അതുകൊണ്ട് ആദ്യം പിടിച്ച തിരിയൊക്കെ ഈ പുതിയ തളപ്പിൻ്റെ ഇലകൾക്കുള്ളിലാണ്. ഇതൊരു വലിയ കൊടിയാണ്. മുകളിലേക്ക് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ എത്തില്ല. അതിൽ നല്ല നിറച്ചും മുളക് പിടിച്ചിട്ടുണ്ട്. പൊതുവെ ചീമക്കൊന്നയിൽ മാത്രമാണ് കൂടുതൽ തണുപ്പുള്ളത്. മറ്റുള്ള താങ്ങുമരങ്ങളിലൊന്നും അത്രയ്ക്കൊരു തണുപ്പിൻ്റെ പ്രശ്നം കാണുന്നില്ല. നമ്മുടെ കുരുമുളക് ഒരുവിധമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ചീമക്കൊന്നിലുള്ള കുരുമുളക് ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം കണ്ടില്ലേ? ഇത് കണ്ടില്ലേ, മുഴുവൻ തളുപ്പാണ്. കണ്ട, മൊത്തം തളുപ്പ് കണ്ടമാനം വളർന്നു പോയി. നമ്മളിത് ചെറിയ തോട്ടി, അരുവാത്തോട്ടി വെച്ചിട്ടാണ് മുറിച്ചിടുന്നത്. എപ്പോഴും നമ്മുടെ കുരുമുളക് തോട്ടത്തിൽ താങ്ങുമരങ്ങൾക്ക് ഇതേപോലെ ചോലയൊന്നും പാടില്ല. അതിൽ ചീമക്കൊന്ന ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിലൊരു 3 പ്രാവശ്യമെങ്കിലും ചോല വെട്ടി മാറ്റണം. ഒരു ട്രിപ്പ് നമ്മൾ മരത്തിൽ കയറി വെട്ടി, പിന്നെയൊക്കെ നമ്മൾ തോട്ടി വെച്ചാണ് ചെയ്യുന്നത്. അത് നമ്മൾ നല്ല മൂർച്ചയുള്ള അരുവാത്തോട്ടി വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചോല കൂടുതൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ഉണക്ക് തൂക്കവും കുറയും, അതേപോലെ തിരിയിൽ മണി പിടിക്കുന്നതും കുറയും, തിരി പൊഴിച്ചിൽ കൂടുകയും ചെയ്യും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പൊള്ളു രോഗം കൂടുതൽ വരികയും ചെയ്യും. നമ്മൾ ഇതുപോലുള്ള അരുവാത്തോട്ടിയാണ് നമ്മൾ ഈ തളുപ്പ് മുറിക്കാൻ വേണ്ടി വയ്ക്കുന്നത്. ഇത് ചെറുതാണ്, ഏറ്റവും ചെറുതാണ്. ഇതേപോലത്തെ ഒരു 3 എണ്ണം ഉണ്ട് എൻ്റെ. പക്ഷേ അരുവ ഒരെണ്ണമുള്ളൂ. അപ്പോൾ അഴിച്ച് കെട്ടണമെന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് കൂട്ടിച്ച് രാഗി മൂർച്ചയെല്ലാം കൂട്ടിയ സാധനമാണ്. അപ്പോൾ പറഞ്ഞാൽ ഇത് നല്ല എളുപ്പമായിരിക്കും തളുപ്പ് മുറിക്കാൻ. പിന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതലുള്ള ചീമക്കൊന്നയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. കേട്ടല്ലേ, തളുപ്പ് മുറിക്കാൻ നല്ല എളുപ്പമാണ്. ഇങ്ങനെ കൊന്ന തളുപ്പ് ഇങ്ങനെ മുറിച്ചിടാം നമുക്ക്. ഇത് ചെറിയ കൊന്നയാണ്, ഞാനത് ഇങ്ങനെ തോട്ടിക്ക് മുറിക്കാമെന്ന് കാണിക്കുന്നുള്ളൂ. എല്ലാവരും ചീമക്കൊന്നയ്ക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറയുന്നത് ഇതേപോലത്തെ തളുപ്പ് മുറിച്ചിട്ടുള്ള. ഇങ്ങനെ ഒരുപാട് എണ്ണത്തിന് ഇടാനുണ്ട്. നമുക്ക് മഴ കാരണം നമ്മൾ എല്ലാത്തിനൊന്നും ഇടില്ല, 1-2 എണ്ണത്തിന് മാത്രം ഇങ്ങനെ ഇടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുരുമുളകും മുറിഞ്ഞു പോകും. അതൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ തളുപ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ ഇതിൽ തൂങ്ങുനിലകൾ കൂടും. അപ്പോൾ
തൂങ്ങുന്നതിലൊക്കെ കൂടുതൽ വരും ഈ കാനൽ കൂടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ മറ്റതുപോലെ പൊള്ളുരോഗം കൂടും, എല്ലാം കൂടും. ഇപ്പോൾ നമ്മൾ ചീമക്കൊന്നര പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട്. കുറേ എണ്ണം മുറിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാത്തിനും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാൽ അത് മഴ ഫുൾ ടൈം മഴയാണ്. മഴ ഗ്യാപ്പ് നോക്കി മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഈ ചീമക്കൊന്നത്തെ ചെറിയ ചീമക്കൊന്ന ഞാനത് തോട്ടിക്ക് മുറിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം വെച്ചോ. കുറച്ചൊക്കെ ഇത് കൈകൊണ്ടും വെട്ടാൻ പറ്റും, എത്തുന്നതൊക്കെ. ഇതാ അപ്പോൾ അതാ ഇത് ആദ്യം ഉണ്ടായ തിരിയിലൊക്കെ അത്യാവശ്യം മുളക് പിടിക്കുന്നുണ്ട്. ഒരുവിധമൊക്കെ കുഴപ്പമില്ലാതെ പിടിച്ചിട്ടുണ്ട്. രണ്ടാം വട്ടം തിരി ഇടാനും തുടങ്ങുന്നുണ്ട്. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ പഴയ പോലെ ഒരുമിച്ചൊരു തിരിപിടുത്തം ഇല്ല. അത് നമ്മുടെ വിളവെടുപ്പിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇനി ഇതേപോലെ പുതിയ തിരി ഇഷ്ടം പോലെ എല്ലാ കൊടിയിലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒന്നാം പ്രാവശ്യത്തെ ഏകദേശം കഴിഞ്ഞു. ചീമക്കൊന്നയിൽ ചിലപ്പം മറ്റുള്ളതിനെ അപേക്ഷിച്ച് തിരിപിടുത്തം ചിലപ്പോൾ ഇത്തിരി കുറവ്. കാരണം ഇതിൻ്റെ ചോല യഥാസമയം നമ്മൾ മുറിച്ചിടാത്ത കാരണം പ്രാവശ്യം ഞാൻ ഈ പണികളൊക്കെ വൈകിപ്പോയി. അത് മഴയോ മറ്റ് പല പ്രശ്നങ്ങളും കാരണം വൈകിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് ഇത് വലിയ മരത്തിൻ്റെ തോട്ടി വെച്ച് മുറിക്കാം. സിൽവർ, മഹാഗണി അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഈ തോട്ടിൽ നിന്ന് മാറ്റണം. ഇനി മഹാഗണി നമുക്ക് നല്ല എളുപ്പമാണ്. ഇത് കണ്ട ചെറിയ ആഫ്രിക്കൻ ഒച്ചാണിത്. നമ്മൾ ചോല തലപ്പ് മുറിക്കുമ്പോൾ അതിൻ്റെ കുരുമുളക് ചെടിയുടെ ഇടയിൽ നിന്ന് കണ്ടാണ്. അത് കണ്ടില്ല, ഇത് ഈ കുരുമുളകിൻ്റെ ഇലയൊക്കെ വെട്ടി തിന്നും. അതുപോലെ തളർത്തിരിയും ചിലപ്പോൾ കടിച്ച് തിന്നും. ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചാൽ മാത്രമേ കാണുള്ളൂ. അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരിപിടുത്തുള്ള കൊടിയാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. എവിടെ പോയി നമ്മുടെ ഒച്ച്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് ആ ഒച്ചിനെ തപ്പണിനി. ആ വീഡിയോ എടുത്തപ്പോൾ അത് എവിടെയോ കയറിപ്പോയി. എങ്ങോട്ടാണ് പോയത്? കണ്ട വഴിക്കതിന് കൊല്ലാനുള്ളതിന് നമ്മൾ വീഡിയോ എടുക്കാൻ പോയി. എവിടെയും വെച്ച് കണ്ടുപിടിക്കും. നോക്കാം നമുക്ക്. നമ്മുടെ ആ ഒച്ചിനെ നമുക്ക് പിടിക്കാം. ഇതാ ഇരിക്കുന്നവൻ. ഇത് ആഫ്രിക്കൻ ഒച്ചാണ്. ഇത് ഞാൻ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാധനം നമ്മുടെ എല്ലാ കൃഷികളും നശിപ്പിക്കുന്ന സാധനമാണ്. ഇത് വളരെ ചെറുതാണിത്. പക്ഷേ ഇത് ഒരുവിധമുള്ള കുരുമുളക് മാത്രമല്ല, എല്ലാ കൃഷിയും ഈ സാധനം നശിപ്പിക്കും. ഇത് അപ്പോൾ നമ്മൾ
കൃഷി സ്ഥലത്തിൻ്റെ പരിസരം എപ്പോഴും വൃത്തിയാക്കി ഇടണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ശല്യം കുറയുള്ളൂ. ഇതിനെ നശിപ്പിക്കാൻ സാധാരണ തോട്ടങ്ങളിലൊക്കെ ഉപ്പ് തളിക്കുക ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കുരുമുളക് തോട്ടത്തിൽ ഒരിക്കലും ഉപ്പും ഒന്നും തളിക്കാൻ പറ്റില്ല. അത് തെങ്ങിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പൊക്കെ തളിക്കാറുണ്ട്. പക്ഷേ ഈ കുരുമുളകിലൊന്നും ഒരിക്കലും ഉപ്പ് ഇപ്പോൾ ഒന്നും തളിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്കിതിനെ നശിപ്പിച്ചേക്കാം. നമ്മൾ പറങ്കിലൊക്കെ ശല്യം കാരണം തേങ്ങ പൊഞ്ഞ് കിട്ടിയ അതിലെന്തെങ്കിലും ഉണ്ടോ നോക്കാം. പറങ്ങ് പലയെണ്ണ എല്ലാത്തിനും ശല്യമുണ്ട്. ആകെ 3-4 തേങ്ങ ഉണ്ടായിട്ടില്ല. 3 തേങ്ങയും കിട്ടി പ്രശ്നം. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാത്തിൻ്റെ ഞാൻ തളപ്പ് തോട്ടിക്ക് വലിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലത് എടുക്കാൻ കിട്ടുന്നില്ല വലിയ കുരുമുളകൊന്നും. കാരണം നമ്മുടെ ക്യാമറ മുകളിലേക്ക് എത്തിയില്ല. പിന്നെ വെളിച്ചം തീരെ കുറവാണ്. മഴയുടെ ചെറിയൊരു ഗ്യാപ്പ് നോക്കിയിട്ടാണ് ഇതൊക്കെ നമ്മൾ തളപ്പെല്ലാം വലിച്ചിട്ടത്. ഇതാ നോക്കി ഒരുവിധമൊക്കെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയും കുറച്ചുണ്ട്, ഇനിയുണ്ട്, കുറേ എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.